ആസിഫ് അലി അഭിനയിച്ച രേഖ ചിത്രം സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്, വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നതാണ്. സത്യസന്ധമായ റിവ്യൂ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ സിനിമകളെ സംബന്ധിച്ച എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ അതിൻ്റെ അടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകളുടെ ലഭിക്കുന്നതാണ്. അപ്പോൾ രേഖാ ചിത്രം ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആസിഫ് അലി ഇതിലൊരു വ്യത്യസ്ത റോളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് അദ്ദേഹം ചെയ്ത റോളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോലീസ് ഓഫീസറായിട്ട്, നല്ലൊരു കുറ്റാന്വേഷകനായിട്ട് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആസിഫ് അലി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഹീറോയിനായിട്ട് പറയാൻ പറ്റുന്നത് അനശ്വര രാജനാണ്. അവർ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു മുഴുനീള കഥാപാത്രമായിട്ട് ഉണ്ട്. അവരിലൂടെയാണ് സിനിമ മുഴുവനും തന്നെ മൂവ് ആകുന്നത്. അപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന ആ വേഷം അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. അദ്ദേഹമാണ് മാർക്കോ സിനിമയ്ക്കും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ സിനിമയുടെ ഇൻ്റർവെല്ലിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ഹീറോയും വില്ലനും തമ്മിൽ കാണുന്ന പോലെ ഒരു സീൻ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ടപ്പ് അങ്ങോട്ട് സ്ക്രീന് ഓഫ് ആവുകയാണ്, അതായത് ഇൻ്റർവെൽ ആവുകയാണ്. അതെന്തേ അങ്ങനെ എഡിറ്റ് ചെയ്തതെന്ന് അറിയില്ല. ഒരു പക്ഷേ അവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഗൗരവഭാവത്തിൽ ചിരിച്ചുകൊണ്ടോ മറ്റോ ഒരു സീന് ഉണ്ടായിരുന്നിട്ട് അത് ശരിയാകാത്തത് കൊണ്ട് കട്ടാക്കിയതാണോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി. കാരണം ഇൻ്റർവെല്ല് പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്നതിന് പകരം ഈ വില്ലൻ ഹീറോയെ നോക്കി ഒരു ഗൗരവത്തിൽ ചിരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ ഹീറോ അതിനനുസരിച്ച് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നതായിട്ടോ. ഹീറോ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്, രണ്ടുപേര് സീരിയസ് ആയിട്ട് നോക്കുന്നു. പക്ഷേ എന്നിരുന്നാലും പെട്ടെന്ന് ആ ഒരു സ്ക്രീന് ഓഫ് ആകുന്നതിന് പകരം അവിടെ ഒന്നുകൂടി നമുക്ക് ത്രില്ലിങ് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും വെക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഷമീർ മുഹമ്മദ് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ കട്ട് ചെയ്തതാണോ അല്ല അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതൊരു കുറവല്ല കേട്ടോ. ഈ സിനിമയുടെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ്. പിന്നെ അതേപോലെ ഈ സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് മുജീബ് മജീദാണ്. കക്ഷിയാണ് കിഷ്കിന്ധാകാന്ഡത്തിന് മ്യൂസിക് കൊടുത്തിരുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിലൊക്കെ ആ അപ്പുപിള്ളയുടെ അവസാന രംഗത്തിലൊക്കെ ആ മ്യൂസിക് തന്നെ ശരിക്ക് പറഞ്ഞാൽ ആ അപ്പുപിള്ളയുടെ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അതെങ്ങനെ കസേരയിൽ ഇരുന്ന് അതെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മ്യൂസിക് തന്നെ അദ്ദേഹത്തെ ശരിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് മുജീബ് മജീദ് കിഷ്കിന്ധാകാന്ഡത്തിൽ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ ആദ്യം തന്നെ മുജീബ് മജീദാണ് മ്യൂസിക് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും നല്ല രീതിയിലുള്ള മ്യൂസിക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും തന്നെ ഭംഗം വന്നില്ല. കാരണം ഇതിൽ മനോജ് കെ ജയനെ കാണിക്കുന്ന സമയത്തൊക്കെ ഒരു വെസ്റ്റേൺ രീതിയിലുള്ളൊരു പ്രത്യേക മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് പൊളിച്ചിട്ടുണ്ട്. കാരണം മനോജ് കെ ജയൻ്റെ ആ ക്യാരക്ടറിനെ ശരിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണത്. അതേപോലെ മനോജ് കെ ജയനും ആ ഒരു മ്യൂസിക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പും ഭാവവും പെർഫോമൻസൊക്കെ ഗംഭീരമായിരുന്നു. ശരിക്ക് മുജീബ് മജീദ് ആ ഒരു മ്യൂസിക്കിനെ മാത്രം ഞാൻ ഉദ്ദേശിച്ച് പറയാൻ കാരണം അതെനിക്ക് ഇപ്പോൾ മാർക്കോ സിനിമയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ മ്യൂസിക് ഒരു ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു മ്യൂസിക് ആണല്ലോ, അതേപോലത്തെ ഒരു മ്യൂസിക് തന്നെയാണ് ഇദ്ദേഹത്തെ കാണിക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. പക്ഷേ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമേ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും വരുന്ന മ്യൂസിക്കും തന്നെ മുജീബ് മജീദ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തിരക്കഥയൊക്കെ ചെയ്തിരിക്കുന്നത് രാമു സുനിലാണ്. അതേപോലെ തിരക്കഥയിൽ മറ്റ് 2 പേര് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ഇവർ 3 പേരും കൂടി നല്ലൊരു ക്രൈം ത്രില്ലർ കഥയാണ് ചെയ്തിരിക്കുന്നത്. തിരക്കഥയും ഓക്കെ, കഥ എഴുതിയ രാമു സുനിലും നല്ല രീതിയിൽ തന്നെ ആ കഥ എഴുതിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യം മുതൽ അങ്ങനെ മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ ക്രൈം ആരിലാണ് പോയിട്ട് അതിൻ്റെ വില്ലൻ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുമല്ലോ.
അറിയുമല്ലോ. അപ്പം നമുക്കറിയാം ഇന്ന ആളുകൾ ഇതിൽ വില്ലന്മാരായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ പരുങ്ങുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമെങ്കിലും സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പുതിയ വില്ലന്മാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വില്ലനൊക്കെ ഇതിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അവിടെ എത്തുന്നത്. ആ ഒരു വില്ലൻ ചെയ്ത ആൾ ആരാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ആ കക്ഷി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു പ്രമുഖ താരമുണ്ട്, അത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. എന്നാലും ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ കാണിക്കുമ്പോഴൊക്കെ ഒരു AI-യിലൂടെ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കുള്ള ഫേസൊക്കെ AI-യിലൂടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. AI-യിലൂടെ ചെയ്തതാണെങ്കിൽ അതൊരു സാങ്കേതിക മികവ് തന്നെയാണ്, ഗംഭീരമായിട്ടുണ്ട്. അല്ല ഒറിജിനൽ ആണോ എന്ന് ഇനി അവർ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും പ്രമുഖ താരത്തിൻ്റെ സാന്നിധ്യം ഈ സിനിമയുടെ അവസാനം വരെയും ഉണ്ട്. പിന്നെ ഇതിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തെ ഇതിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ മർഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയില്ല. അതേസമയം വേറെ 2 പേരെ ഇതിൽ മർഡർ ചെയ്യുന്നുണ്ട്. വേറെ 2 പേരെയല്ല, കുറച്ച് പേരെ മർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മദ്യപിച്ചുകൊണ്ട് പ്രായമായിട്ട് വരുന്ന ആ ക്യാരക്ടർ, അദ്ദേഹത്തെ എന്തിന് മർഡർ ചെയ്തു എന്ന് എനിക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അതേസമയം അദ്ദേഹത്തിന് വലിയ വിഷയങ്ങൾ അറിയുകയുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മർഡർ ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് സാക്ഷിയായി തീരാനൊന്നും കഴിയില്ല. അതിന് അത്രത്തോളം കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഇൻവോൾവ്മെൻറ്റ് ഉള്ളടക്കം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് വെറുതെ കൊന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ എന്നാലും നമുക്കൊരു ത്രില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സീന് വെച്ചത്. പിന്നെ ഇതിൽ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ആക്ഷൻ രംഗങ്ങൾ അങ്ങനെ ഇല്ല. ഇതിൽ കുറേ മർഡറുകളൊക്കെ നടക്കുന്നുണ്ട്, വില്ലന്മാരുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു 2-3 ആക്ഷൻ രംഗങ്ങളൊക്കെ അവിടെ വെക്കാമായിരുന്നു. ആക്ഷൻ രംഗം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അത് മതിയായ ആക്ഷൻ രംഗങ്ങളായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു സീരിയസ് ആയ രീതിയിൽ ഒരു 2-3 ആക്ഷൻ രംഗങ്ങൾ വെക്കാമായിരുന്നു. ഇപ്പോൾ ക്രൈം ത്രില്ലർ മൂവികൾക്ക് ആക്ഷൻ രംഗങ്ങൾ വേണമെന്നില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ബിരിയാണിക്ക് അച്ചാർ വേണമെന്നില്ല. എന്നാലും നമ്മളതൊന്ന് തൊട്ട് നാക്കിൽ വെക്കാൻ അതുണ്ടെങ്കിൽ നായി എന്ന് പറയില്ലേ എന്ന രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതുകൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ഹരം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചുരുക്കി അങ്ങോട്ട് പറയുകയാണെങ്കിൽ കഥ കൊണ്ടും തിരക്കഥ കൊണ്ടും മ്യൂസിക് കൊണ്ടും അതേപോലെ എഡിറ്റിംഗ് കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും ആസിഫ് അലിയുടെ ആ ഒരു ശാന്തമായ രീതിയിലാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടും മറ്റ് താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മുതൽ അങ്ങനെ പോകുമ്പോൾ എവിടെ എത്തുമെന്ന് അറിയാതെ അവസാനം എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ കഥയ്ക്കൊരു പൂർണ്ണത വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഈ ക്രൈം ത്രില്ലർ മൂവിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു അങ്ങനെയൊന്നുമില്ല. കഥ നല്ല രീതിയിൽ തന്നെ ഇവർ പൂർണ്ണമാക്കിയിട്ടുണ്ട്. അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും തൃപ്തരായിട്ട് തന്നെ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നുണ്ട്.